അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ള്, തിലാവത്തുൽ ഖുർആൻ ആൻഡ് ഹിഫ്ള് പരീക്ഷയ്ക്ക് 2022-ലും 2023-ലും വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് ഖുർആൻ നോക്കി ഓതാനുള്ള ഭാഗം ഹൽ അത്ത അലൽ ഇൻസാനി മുതൽ ഓതാനാണ്. സൂറത്തുൽ ഇൻസാനിലെ 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെ ഓതാനുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് 2-3 ക്ലാസ്സുകളിൽ പഠിച്ച തജ്വീദ് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ച് കൊണ്ടാണ് മാർക്ക് നൽകേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവിടെ പരീക്ഷ നടത്തുക. ഇനി ഹിഫ്ളുൽ ഖുർആനിലേക്ക് വന്നാൽ അലം നശ്റഹ് ലക സദ്റക്, സൂറത്തു ശറഹ്. അതിന് മുമ്പ് പറയാനുള്ള മറ്റൊരു കാര്യം, നമുക്ക് ഹിഫ്ളുൽ ഖുർആൻ പഠിക്കാനുള്ള ഭാഗം നമ്മുടെ തജ്വീദുൽ ഖുർആനിൻ്റെ 2-ാം ഭാഗത്തിലെ തജ്വീദുൽ ഖുർആനിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട്. ഹിഫ്ളായിട്ട് പഠിക്കാനുള്ള മുഴുവനും, അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച ഹിഫ്ളുകളും വരും. അതും പ്രത്യേകം ചെയ്യണം, ശ്രദ്ധിക്കണം. അതായത് 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മുമ്പുള്ള ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും വരും. കാരണം ചെറിയ സൂറത്തുകളാണല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ വരും. അപ്പോൾ ഒന്നാമത്തെ അലം നശ്റഹിലൊക്കെ സൂറത്തു ശറഹാണ് ഒന്നാമതായിട്ട് ഓതാനുള്ളത്. ഇനി രണ്ടാമത്തെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, സൂറത്തു സൽസല. ഒക്കെ നമ്മൾ കാണാൻ പഠിച്ച ഒക്കെ അതിൻ്റെ നമ്മളെ തജ്വീദുൽ ഖുർആനിൻ്റെ ബാക്ക് ഭാഗത്തുള്ളതാണ്. അടുത്തത് വല്ലുഹ വല്ലൈലി ഇദാ സജ, സൂറത്തുൽ ലുഹ പഠിക്കാനുള്ളത്. അടുത്തത് ഇല്ലല്ലദീന ആമനു ഡാഷ്, അതായത് സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ, ആ സൂറത്താണത്. അതിൻ്റെ ഇടഭാഗത്തിൽ നിന്ന് ചോദിച്ചതെന്ന് മാത്രം. അടുത്തത് വവജദക ളാല്ലൻ ഫഹദ, അടുത്തതും സൂറത്തുൽ ലുഹ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂറത്തിൻ്റെ ഇടയിൽ നിന്ന് ചോദിക്കും. അത് കുട്ടികൾ അശ്രദ്ധമായിട്ട് ഓതാതിരിക്കരുത്. ഏത് സൂറത്താന്നൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും ഏതാ സൂറത്ത് എന്നൊക്കെ. അടുത്തത് സൂറത്തു തീനിലെ വത്തീനി വസ്സൈത്തൂൻ. അടുത്ത് സൂറത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അതായത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്താണത്. അടുത്തത് 8-ാമത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ എന്നുള്ള സൂറത്തിന് ഇടയിൽ നിന്ന് ചോദിച്ചതാണത്. അടുത്തത് ഇഖ്റ ബിസ്മി റബ്ബിക സൂറത്തുൽ അലഖ്, അതായത് വഹി ഇറങ്ങിയ സമയത്തുള്ള സൂറത്തുൽ അലഖ് 5 ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിഫ്ളിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നമ്മളെ ദുറൂസിൻ്റെ പാഠഭാഗത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഖ്റ ബിസ്മി 5 ആയത്തല്ലേ, അത് പഠിക്കേണ്ടതില്ല എന്ന് വെക്കരുത്, അത് കാണാതെ പഠിക്കണം. അടുത്തത് 10-ാമത്തത് ഇഖാമത്തിൽ ഖദ് ഖാമത്തി സ്വലാ എന്ന് കേട്ടാൽ ചൊല്ലേണ്ട ദിക്ർ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഹിഫ്ളിൻ്റെ ഭാഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഖാമത്തിൻ്റെത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഹയ്യാല സ്വല പറഞ്ഞിട്ടുണ്ട്, പിന്നെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് ചൊല്ലേണ്ടത്? ഇഖാമത്തിൽ ഖദ് ഖാമത്തി സ്വല എന്ന് പറയുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? അഖാമ അല്ലാഹു അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ, ആ ദിക്ർ. അപ്പോൾ അവിടെ പറഞ്ഞ ദിക്റുകളൊക്കെ, അതുപോലെ ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദിക്ർ പറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഉണ്ട്, ശൗചം ചെയ്താലുള്ള ദിക്ർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇൻഷാ അല്ലാഹ് 2023-ലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. സൂറത്തു നൂഹിലെ 1-ാമത്തെ ആയത്ത് മുതൽ 6-ാമത്തെ ആയത്ത് വരെയാണ് ഇവിടെ ഓതാൻ കൊടുത്തിട്ടുള്ളത്. ഇന്ന അർസൽന നൂഹൻ ഇലാ ഖൗമി എന്ന് പറയുന്ന ആ സൂറത്താണ് അവിടെ ഓതാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നോക്കി ഓതാനുള്ളത് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് എവിടുന്നും വന്നേക്കാം. അടുത്തത് ഹിഫ്ളായിട്ട് വന്നിട്ടുള്ളത് 1-ാമത്തത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, അതോതാണ്. അടുത്തത് സൂറത്തുൽ ഖദ്രിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. അടുത്തത് സൂറത്തു തീനി വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്തിലെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു, അങ്ങനെ ബാക്കി ഓതി കൊടുക്കുക. അടുത്തത് സൂറത്തു ശറഹ്, അതായത് അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്താണ് ഇവിടെ ഓതാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സൂറത്തുൽ ലുഹ വല്ലുഹ വല്ലൈലി ഇദാ സജ. അടുത്ത 6-ാമത്തെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇത് കഴിഞ്ഞ ഭാഗത്തിൽ 1-ാം ഭാഗത്തിൽ നമ്മൾ പഠിച്ച സൂറത്തായിരിക്കും ഇത്. അത് പ്രത്യേകം 1-ാം ഭാഗത്തിലുള്ള പഠിച്ച സൂറത്തുകളും ഓർമ്മയിൽ വേണം, അപ്പോൾ അത് നോക്കി വെക്കണം. 7-ാമത്തെ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ, സൂറത്തുൽ ഖാരിഅ.
അൽ ഖാരിഅതു മൽ ഖാരിഅ, ആ സൂറത്തിൽ നിന്നുള്ള ചോദ്യമാണത്. അടുത്തത് സൂറത്തുൽ അലക്ക്, 2023 വന്നിട്ടുണ്ട്. സൂറത്തുൽ അലക്കിൽ നിന്നുള്ള 5 നിന്നുള്ള ചോദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ മാലം വ്യാലം വരെ എന്ത് ചെയ്യുക, ഓതി കൊടുക്കുക. അപ്പോൾ സൂറത്തുൽ അലക്ക് ഇഖ്റ ബിസ്മി എന്നുള്ള ആയത്തുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 2 വർഷം അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്കത് പ്രതീക്ഷിക്കാം. അടുത്ത 9 അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ലാ തുഖ്ലിഫുൽ മിയാദ്. അദ്ദുആ ബഅദൽ അദാൻ, ബാങ്കിന് ശേഷമുള്ള ദുആണത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മത്തി വസ്സലാത്തിൽ ഖായിമ. അത് നമ്മുടെ ഹിഫ്ദിലുള്ളതാണ്, അത് ശ്രദ്ധിക്കണം. അടുത്ത വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ഇവിടെ ചോദിച്ച വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. അതുപോലെ വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോരുമ്പോൾ ഉള്ള ദിക്റുണ്ട്. ശൗചം ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി എന്ന് പറയുന്ന ആ ദിക്ർ, പുറത്തേക്ക് വരുമ്പോൾ ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി. ആ ദിക്റുകളെല്ലാം കൃത്യമായിട്ട് കാണാതെ പഠിച്ച് വെക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.